വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. വായനാദിന ക്യൂസ് പാർട്ട് 11. കൃതികളും എഴുത്തുകാരുമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഉമാ കേരളം എഴുതിയതാര്? ഉള്ളൂരാണ് ഉമാ കേരളം എഴുതിയത്. ഓടയിൽ നിന്ന്. കേശവദേവ് എഴുതിയ കൃതിയാണ് ഓടയിൽ നിന്ന് എന്ന കൃതി എഴുതിയത് കേശവദേവ് ആണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എഴുതിയത് ടി പത്മനാഭനാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി എഴുതിയത്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി എഴുതിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത് അക്കിത്തമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത്. മാമ്പഴം എന്ന കൃതി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയതാണ്. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന കൃതി എഴുതിയത് സി രാധാകൃഷ്ണനാണ്. തീക്കടൽ കടന്ന തിരുമധുരം എന്ന കൃതി എഴുതിയത് സി രാധാകൃഷ്ണനാണ്. ഈ കൃതി എഴുത്തച്ഛനെ കുറിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ്. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന കൃതി എഴുതിയത് സി രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ എഴുത്തച്ഛനെ കുറിച്ച് എഴുതിയ കൃതിയാണിത്. കയർ എന്ന കൃതി എഴുതിയത് തകഴിയാണ്. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ കൃതിയാണ് കയർ. തകഴിയുടെ ജ്ഞാനപീഠം നേടിയ കൃതിയാണ് കയർ. രണ്ടിടങ്ങഴി എന്ന കൃതി തകഴിയുടേതാണ്. എന്ന കൃതി എഴുതിയത് തകഴിയാണ്. ഓടക്കുഴൽ എന്ന കൃതി എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഒന്നാമതായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതിയാണ് ഓടക്കുഴൽ. സുഗതകുമാരിയുടെ കൃതിയാണ് രാത്രിമഴ സുഗതകുമാരിയുടെ കൃതിയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി എഴുതിയത് എം മുകുന്ദനാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ കൃതിയാണ്. ദൈവത്തിൻ്റെ വികൃതികൾ എം മുകുന്ദൻ എഴുതിയ കൃതിയാണ്. ഒരു തെരുവിൻ്റെ കഥ എസ് കെ പൊറ്റക്കാട് എഴുതിയ കൃതിയാണ്. ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ. ഇത് രണ്ടും എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്. രണ്ടാമൂഴം എഴുതിയത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് രണ്ടാമൂഴം. നാലുകെട്ട് എം ടി വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് നാലുകെട്ട് എം ടി വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി എഴുതിയത് ആനന്ദാണ്. അഭയാർത്ഥികൾ എന്ന കൃതി എഴുതിയത് ആനന്ദാണ്. അടയാളങ്ങൾ സേതു എഴുതിയ കൃതിയാണ്. അടയാളങ്ങൾ എന്ന കൃതി എഴുതിയത് സേതുവാണ്. അഗ്നിസാക്ഷി എന്ന കൃതി ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. ലളിതാംബിക അന്തർജനമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ്. അത് എഴുതിയത് വിലാസിനിയാണ്. പാട്ടബാക്കി എന്ന കൃതി എഴുതിയത് കെ ദാമോദരനാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി എന്ന കൃതിയാണ്. ആരാച്ചാർ എന്ന കൃതി എഴുതിയത് കെ ആർ മീര. എം ടി എഴുതിയ കൃതിയാണ് മഞ്ഞ് എന്ന കൃതി എഴുതിയത് എം ടി വാസുദേവൻ നായരാണ്.